ടയറിൻ്റെ കാര്യമൊക്കെ ഏകദേശമൊക്കെ ആയി. ഈ കിടക്കുന്ന ഈ സാധനം വയ്ക്കുക ഒരു പട്ടികളുടെ ആവശ്യമില്ല, നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വയ്ക്കാം. ഇഷ്ടപ്പെടുന്നുണ്ടോ ഗൈസ്? നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുക കേട്ടോ. ഇവിടെ ഒരു കിൽ ശബ്ദം, അതിൻ്റെ അകത്ത് വേട്ടാവളിയും കൂട് വെച്ചിരിക്കുന്നു. വണ്ടിക്കകത്ത് തന്നെ കൂട് വയ്ക്കണം, ചുമ്മാ അല്ല, ഒരു പ്രത്യേക ശബ്ദം. അപ്പോഴാണ് താണ്ടത് ആ ഒരു സാധനം ഇരിക്കും. എന്താ കാണണം, ഒരു രൂപ അതിൻ്റെ അകത്തിരിക്കും. ഇതിൻ്റെ അകത്ത് എന്ത് പൈസ പൊടിച്ചു വരും. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, എക്സോസ്റ്റ് വെച്ച് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം ഫ്ലോപ്പാണ്, അപ്പോൾ ആരും ട്രൈ ചെയ്യേണ്ടെന്നൊക്കെ. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ കമൻറ്റ് ഇട്ടിരുന്നതെന്ന് വിഷയമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വണ്ടി എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചു. വണ്ടി അന്നൊന്നും കഴിയുമെന്ന് വെച്ചില്ല. വണ്ടി ഫുൾ വൃത്തികേടായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ എല്ലാ പണിയും കഴിഞ്ഞ് വെച്ചാൽ ബ്രേക്ക് പാടെല്ലാം മാറ്റി എല്ലാം സെറ്റ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. ഷീറ്റൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഡോമിനറിന് വേണ്ടി ഒരു പെഡോക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. ഡോമിനർ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടിയിൽ വെച്ച് നോക്കാം. യൂണിവേഴ്സാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോയിലേക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണാം. ഏകദേശം നെസ്റ്റോസിൽ വെച്ച് കുക്ക് ചെയ്യുന്ന ശേഷം പിന്നെ വണ്ടി കഴിയുകയില്ല. ഇന്നലെ വണ്ടി എടുത്തില്ല. അപ്പം വണ്ടി എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരും. ഫ്യൂൽ പമ്പൊക്കെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തേരും പെട്രോളും കുറവാണ്. അപ്പം ഇന്ന് കുറച്ച് പെട്രോൾ അടിക്കണം. കുറച്ചല്ല, ഫുൾ ടാങ്ക് ചിലപ്പോൾ അടിക്കും. അടിച്ചിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് ദൂരം ഓടിയാൽ മതി. ഇപ്പം വലിയ ഓട്ടമൊന്നുമില്ല. എന്തായാലും ഞാൻ അടുത്തൊരു ചെറിയൊരു റൈഡ് വരണുണ്ട്. അപ്പോൾ എന്തായാലും പെട്രോൾ അടിച്ചിടാം. അന്ന് പിന്നെ കിടന്ന് ഓടണ്ടല്ലോ. അപ്പോൾ വണ്ടി ഒന്ന് കഴിയണം. വണ്ടി എത്രയോ ദിവസം കൊണ്ട് താക്കോലിൻ്റെ അകത്ത് നിൽപ്പുണ്ട് കേട്ടോ. വാവ്, ഒരു ശ്രദ്ധയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് കഴിയണം. വണ്ടിയുടെ ടയറിൻ്റെ കാര്യമൊക്കെ ഏകദേശമൊക്കെ ആയി. ഈ കിടക്കുന്ന ടയർ റാൾക്കോ സ്പീഡ് എന്ന് പറഞ്ഞൊരു ടയറാണ്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം 9,000 അടുപ്പിച്ച് 9,000 ഓടി, 8,000 അടുപ്പിച്ച് എന്തായാലും ഓടിയിട്ടുണ്ട് ഈ ടയർ. 8,000 കിലോമീറ്റർ ഓടിയൊരു ടയറാണ്. കുഴപ്പമില്ല, ഇനി ഒരു 500 കൂടെ ഒക്കെ ഓടും. മര്യാദയ്ക്ക് ഓടിച്ച ഒരു 9,000 ഒക്കെ പോവായിരിക്കും. പക്ഷേ ചിലവർ പറയും 6,000-ലൊക്കെ ടയർ മാറുമെന്ന് പറയും. പക്ഷേ ഈ ടയർ അത്ര കുഴപ്പമില്ല. പിന്നെ ഇത് റോഡ് പ്രസൻസ് കുറച്ച് രണ്ടും സെയിമാണ്. ടയറിൽ ഓട്ടിക്കാൻ അല്ലാത്ത റോഡിലും നൈസായിട്ട് ഇങ്ങനെ കിടക്കും. എന്തായാലും ഇവിടെയൊക്കെ കുറച്ച് കല്ലുമണ്ണൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ടയർ കുറച്ചുകൂടെ നൈസാണെന്ന് വെച്ചാണ് ഇത് തന്നെ ഇട്ടിരുന്നത്. അല്ലെങ്കിൽ മാറ്റമായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്തിടുന്ന സമയത്ത് ആരുടെങ്കിലും ചോദിച്ചിട്ട് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ടയർ പറ്റുമെന്നുണ്ടെങ്കിൽ ഇടാം. ഇതിൻ്റെ ടയറിൻ്റെ വില 3,000 2,500 എന്തോ ഉള്ളൂ. അപ്പോൾ എന്തായാലും നോക്കാം, എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ വണ്ടി ഒന്ന് പെട്ടെന്ന് കഴിയണം, ജസ്റ്റ് ഒന്ന് കഴിയാൽ മതി. ഇവിടെ ഇപ്പം വാശ തീർന്നിരിക്കുന്നതുകൊണ്ട് എങ്ങനെയിട്ട് കഴിവെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അത് നോക്കാം. അപ്പം വണ്ടിയിൽ എക്സോസ്റ്റിൽ കുക്ക് ചെയ്തതിന് ശേഷം അല്ല അഴുക്കും കാര്യങ്ങളൊന്നും അല്ല, ഫോയിൽ പേപ്പർ വെച്ചല്ലേ ചെയ്താൽ, അതുകൊണ്ട് വേറെ അഴുക്കും കാര്യങ്ങളൊന്നും ആയില്ല. അപ്പോൾ വണ്ടി ഒന്ന് കോൾഡ് സ്റ്റാർട്ടല്ല, ഇന്നലെ എടുത്തില്ല, അപ്പോൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. അപ്പം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. വണ്ടി പുറത്തിറക്കി വെച്ചിട്ട് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പെട്രോൾ തീരെ കുറവാണെന്നാണ്, റിസർവ് ആയിരുന്നു. എന്നിട്ടാണ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി വണ്ടി ഓട്ടിച്ച് കരിച്ച് പോയത്. അപ്പോൾ ചെയിൻ ലൂബൊന്നും അടിക്കണം, ചെയിൻ ലൂബൊക്കെ ഉണ്ട്. 500 കിലോമീറ്റർ ഒന്നും ആയില്ല അടിച്ചിട്ട്. ലുക്കല്ലേ ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വണ്ടി എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് പുതിയൊരു പെഡോക്കും കാര്യങ്ങളും എത്ര രൂപയായി അതൊക്കെ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. പെഡോക്ക് കാണുമ്പോൾ ജസ്റ്റ് ഇതുവരെ വീഡിയോയിലേക്ക് എത്തിയൊരു ഒന്നിലേക്ക്, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ സബ്സ്ക്രൈബ് കൊടുത്തി. അപ്പോൾ നമുക്ക് ഓടിപ്പോയി പെഡോക്ക് എടുത്തിട്ട് തരാം. ഇതാണ് നമ്മൾ വണ്ടിക്ക് വേണ്ടി വാങ്ങിച്ച പെഡോക്ക്. കൊള്ളാമല്ലേ? നമ്മളെ വണ്ടിക്കല്ല, ഡോമിനാറിന് വേണ്ടി സത്യം പറഞ്ഞാൽ വാങ്ങിച്ചാണ്. എൻ്റെ വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ വയ്ക്കാൻ പറ്റും, യൂണിവേഴ്സാണ്. അപ്പോൾ ഏത് വണ്ടിക്കും സെറ്റ് ആവും. അതിൻ്റെ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി വെച്ച് നോക്കാം. വണ്ടി കഴിയണം. എന്തായാലും വച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് വണ്ടി വാഷ് ചെയ്യാം. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ, കൂർട്ടി കൊണ്ടുപോകാം. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് നമുക്ക് 2,900 എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ വില. നമുക്ക് ഡിസ്കൗണ്ടൊക്കെ തന്നിട്ട് 2,200 ആ കണക്കിൽ നിന്നാണ് തന്നത്. യൂട്യൂബറിന് ഡിസ്കൗണ്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കിട്ടിയത്. സോ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കാം. ഈ സാധനം വയ്ക്കുക ഒരു പട്ടികളുടെ ആവശ്യമില്ല, നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇത് ഈ സിംഗാമ്പിൽ കണക്ട് ചെയ്ത് വയ്ക്കണം. നോക്കട്ടെ ഒറ്റയ്ക്ക് വയ്ക്കാൻ പറ്റുമെന്ന്. വണ്ടി നോക്കണം കേട്ടോ, നോക്കട്ടെ. ഇതുണ്ടോ, എൻ്റെ വെച്ചാൽ ഇങ്ങനത്തെ ലുക്ക് ഇരിക്കും. കൊള്ളാമല്ലേ കാണാൻ? വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാധനം ഇട്ട് വയ്ക്കാം. സൈഡ് സ്റ്റാൻഡും കൂടെ ഒന്ന് മാറ്റട്ടെ. ഇതാണ് കമ്പനി എക്സ്പ്ലോർ. കൊള്ളാം, ടയറൊക്കെ വരുന്നുണ്ട്. യൂണിവേഴ്സാണ്, അപ്പം ഏത് വണ്ടിക്ക് സൂട്ടാവും. ലുക്കല്ലേ? പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇതിനൊക്കെ വെച്ചെടുത്താൽ വലിയ ഗുണമൊന്നുമില്ല, എന്നാലും കൊള്ളായിരിക്കും. ഇതിൽ ഓൾറെഡി സെൻട്രൽ സ്റ്റാൻഡ് ഉള്ളതാണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല.
ഇപ്പോൾ പെടൊക്കെ വെച്ചാൽ മാര ലുക്കായില്ലേ, കൊള്ളാം, അടിപൊളി. കുറേ റീലും കാര്യങ്ങളൊക്കെ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാം, ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി ഇനി ചെറുതായിട്ടൊന്ന് കഴിയണം, ചിലപ്പോൾ കഴിവുന്ന വേണ്ടി ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യാം. വേറെ എക്സോസിൽ വെച്ചിൽ വേറെ അഴുക്കും കാര്യങ്ങളൊന്നും ആയില്ല, ഫോയിൽ പേപ്പർ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കുറേ കാലം കൊണ്ട് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താലും കണ്ടിട്ടില്ല, അതാണ് ഞാൻ പിന്നെ അങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്ന് ചോദിച്ചത്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് ദൂരം ഓടിയിട്ട് വന്നത്. അത് കുറച്ച് ലോങ് ഓടുമ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരില്ല. നമ്മൾ 5 കിലോമീറ്ററേ ഓടിയുള്ളൂ, അപ്പം അത്ര പെട്ടെന്നൊന്ന് എക്സോസിൻ്റെ അവിടെ ചൂടാവില്ല. ബെൻഡ് ടൈപ്പിൻ്റെ അവിടെ വെച്ചെങ്കിൽ ഓക്കെ, പക്ഷേ ഇവിടെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അതൊന്നുകൂടെ നമുക്ക് ചെയ്യാം. അത് ബീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല, ബീഫ് കുറച്ച് വേവമുള്ള സാധനമാണ്. അപ്പം നമുക്ക് ഫിഷിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കാം, അത് നമുക്ക് സെറ്റ് ചെയ്യാം. വേറെ വലിയ പ്രശ്നം വരില്ല എന്നാണ്, കാരണം ഫോയിൽ പേപ്പർ ചുറ്റുന്നതുകൊണ്ട് വേറെ സീനില്ല. അപ്പോൾ കമൻ്റ് ഇട്ട ആളുകളോട് ഞാൻ പറയുക, ചുമ്മാ ചെയ്ത് നോക്കിയതാണ്, അല്ലാതെ ചെയ്ത് ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് കഴുകണം. വണ്ടി കഴുകിയിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിടാം. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിടാം. ഇപ്പം വെറും കാലിയാണ്, കാലിയായിരുന്നിട്ടാണ്. കാലി എന്ന് വെച്ചാൽ റിസർവാണ്, റിസർവിൽ തീരാറൊന്നുമില്ല ഉണ്ടോ. ഇതിന് കുലിക്കാനൊന്നും കാണാമില്ല, ഇപ്പം ഇതിലല്ലേ പെടോക്കിലാണ്ട് കുലിക്കാനും പറ്റില്ല. അപ്പം നമുക്ക് എന്തായാലും അടച്ച് വയ്ക്കാം. എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യാം. 56 കിലോമീറ്റർ, 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് 56 കിലോമീറ്റർ ഓടി. വഴിക്ക് റിസർവായി 52 റിസർവായി. അപ്പം മൈലേജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി, 200 രൂപയ്ക്കാണ് അടിച്ചത്. അത് റിസർവ് ആയിരുന്നപ്പോഴാണ് അടിച്ചത്. റിസർവ് ആയിരുന്നപ്പോൾ അടിച്ചിട്ട് റിസർവ് അടുത്തായപ്പോൾ 56 കിലോമീറ്റർ, ഏകദേശം 52 കിലോമീറ്റർ വെച്ചത്. എന്നാലും ഏകദേശം ഒരു 33 അത്രയൊന്നും കിട്ടില്ല, ഒരു 30 കിട്ടി കാണും. ചിലപ്പോൾ മൈലേജ് ആണ്, ചിലപ്പോൾ മൈലേജ് കാണില്ല. അതാണ് ഈ വണ്ടിയുടെ അവസ്ഥ. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. അല്ല, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവും. മോനെ സീൻ ലുക്കല്ലേ വണ്ടി, ഏത് ആംഗിൾ ഇരുന്നാലും മാര ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഗൈസ്? നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുക കേട്ടോ. വീഡിയോ വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് കുറവാണ്, അപ്പോൾ നിങ്ങൾ ആരും ലൈക്ക് അടിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി. അപ്പം എല്ലാവരും കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. ഓക്കെ, ലൈക്ക് അടിക്കും. ഈ സ്റ്റഡിയുടെ ഇടയിൽ കൂടെ വണ്ടിയാണ്, അടിപൊളിയല്ലേ? അതാ ഞാൻ ഇതിൽ കൂടെ തന്നെ എപ്പോഴും ഫ്രെയിം എടുക്കണം. എന്തായാലും പെടോക്ക് കൊള്ളാം. 1 മിനിറ്റ് ആയില്ലേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഓഫ് ചെയ്യാം. ഈ സാധനം അത്യാവശ്യം നല്ലതാണ്, ഹെൽമെറ്റൊക്കെ ലോക്ക് ചെയ്യുക, അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ലോക്ക് ചെയ്തിട്ട് പോകാം. ഇനിയിപ്പം ഗ്രാബൊക്കെ ആയിട്ടിട്ടുണ്ട്, എന്തൊരു വൈബ്രേഷൻ ഉള്ളതായിരിക്കും. ഇവിടെ ഒരു കിൽ ശബ്ദം. കൂടെ വെച്ചോ ആരായതിൻ്റെ ഓ ഗൈസ്, അതിൻ്റെ അകത്ത് എന്തൊരു സാധനം ഇരിക്കുന്നു. വണ്ടി ഓക്കെ ഇട്ട് കാണിച്ചു തരാം. ഓ സീൻ, അതിൻ്റെ അകത്ത് വേട്ടാവളിയും കൂടെ വെച്ചിരിക്കുന്നു. ഓ വണ്ടിക്കകത്ത് തന്നെ കൂടെ വയ്ക്കണം, ചുമ്മാ അല്ല, ഒരു പ്രത്യേക ശബ്ദം. കാണാവോ? ഞാൻ ഫ്ലാഷ് അടിച്ച് കാണിച്ചു. കണ്ടോ ഗൈസ്, ഇതാണ് ഇത്ര നേരം ഫിസിലടിക്കുന്ന ശബ്ദം കേട്ടി. ഇതിപ്പോൾ കൂടെ വെച്ചാൽ ഇതിനിപ്പോൾ തന്നെ എത്തിക്കുന്നു. നോയിക്കോ, ഇതിനകത്തേക്ക് ഒരു വഴിയുണ്ട്, ഈർക്കിലെടുക്കട്ടെ. കണ്ടോ, ഇരിക്കണുണ്ടോ? പക്ഷെ എന്നാലും അതിൻ്റെ അകത്തിരിക്കുന്നുണ്ടല്ലേ സാധനം, കാണുന്നുണ്ടോ? കണ്ട ഇതാണ് ഇത്ര നേരം ശബ്ദം ഉണ്ടായിക്കൊണ്ട്. ഞാൻ അതല്ലേ നോക്കുന്നത് എവിടെ നിന്ന് പറഞ്ഞു. കൊള്ളാമല്ല, എന്നാലും അതിൻ്റെ കാര്യം ഇപ്പോൾ തീരുമാനമാക്കും. ഇത്രയ്ക്ക് സീനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഇവിടെ ഫുൾ ഈർക്കിൽ നോക്കിയിട്ട് ഈർക്കിലൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഇതെടുത്തിട്ടുണ്ട്. ഇളയിപ്പോയി എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പോയി കഴിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുന്നിട്ടുണ്ടെന്നോ നമുക്കതിന് എക്സോസ്റ്റ് വെച്ച് അടിച്ച് പൊട്ടിച്ചോളാം. എന്ത് ശല്യം നോക്ക്, കുറേ ദിവസം ചിലന്തിയായിരുന്നു, കുറച്ച് ഇറുമ്പായിരുന്നു, ഉറുമ്പ്.
പോയി കാണിച്ചു തരാം. ബാക്കി തന്നെ നാറിക്കട്ടെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ ഇതിലൂടെ തെറിച്ചു വന്നു. എൻ്റെ എസ്വസിൻ്റെ അടുത്താണ് കളി. ഇതാണ് സാധനം. ബാക്കിയും കൂടി കണ്ടോ, ഈ സാധനം വരുന്നത് എൻ്റെ അകത്ത്. ബാക്കിയൊക്കെ ഇവിടെയൊക്കെ തെറിച്ച് പോയി. എന്തായാലും എൻ്റെ അകത്ത് സാധനം പോയിട്ടുണ്ട്. എന്നാലും എൻ്റെ കൂടെ നീ ഇതൊന്നും കൊണ്ട് വയ്ക്കല്ലേ. നിൻ്റെ അകത്തെല്ലാം ഉണ്ടോ? ഇതിൻ്റെ അകത്തൊന്നുമില്ല. സീൻ. എന്തായാലും വണ്ടി പെട്ടെന്ന് കഴിവട്ടെ, അല്ലെങ്കിൽ ഇനി മിക്കവാറും പാമ്പൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് കഴിവട്ടെ. പിന്നെ പെഡോക്കിൽ നിന്ന് നിങ്ങളെപ്പോൾ വണ്ടി ഇറക്കാൻ സമയത്ത് സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടാക്കാം. ഒന്നാമത്തേരം വെയിറ്റുള്ള വണ്ടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പണി പാളും. എന്തായാലും ക്യാമറ എടുത്തുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. എന്താ പറ്റില്ല. അപ്പം വെറുതെ വണ്ടി ധരിച്ചിരുന്ന എന്തിനാ. ഇത് പൊക്കിയാൽ മതി. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞാൽ തീർന്നു. ഇങ്ങോട്ട് തിരിഞ്ഞാൽ സ്റ്റാൻഡിലുള്ളതുകൊണ്ട് തിരിക്കും. അപ്പോൾ എന്തായാലും സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടാണ് ഇവിടെ. അപ്പോൾ നൂരി വയ്ക്കട്ടെ. ഐസ് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടാണ് ചെരിഞ്ഞത്. കൈ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോൾ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടാണ് ചെയ്യുക, അല്ലെങ്കിൽ പണി വാളും. വണ്ടിയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഷ് കാർഡ് പോലത്തെ ടാങ്ക് എല്ലാം പോവും. അപ്പോൾ വണ്ടി പെട്ടെന്ന് തന്നെ ഒരു കഴിവൊക്കെ കഴുകാം. കുറേ അടുത്ത് അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കഴിവൊക്കെ കഴിയിട്ട് പക്ഷേ ഞാൻ ഈ തുണിയിട്ടാണ് വണ്ടി കഴുകണം. ഇത് മൈക്രോ ഫൈബർ ക്ലോത്താണ്. അപ്പം ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ ഫുൾ വെള്ളം അടിച്ചിട്ട് വേറെ സോപ്പൊന്നുമില്ല, അല്ലാതെ കഴുകാനാണ് പ്ലാനിങ്. കാരണം സോപ്പ് തീർന്നു, അത് വാങ്ങിക്കണം. അപ്പം പെട്ടെന്ന് തന്നെ പൈപ്പ് ഓണാക്കി കഴിവട്ടെ. രാവിലെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് വണ്ടി തന്നെ അതിൽ പണി തന്നൂടെ. ചൂടാണ്, അധികാരം വെള്ളം പഴക്കരുത്. ഞാൻ തന്നെ പഴക്കി. അയ്യോ, എഞ്ചിൻ ചൂടാണ് കേട്ടോ. എക്സോസ്റ്റൊക്കെ ചൂടായിരിക്കുകയാണ്. ഈ ചൂടായിരിക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കാൻ സത്യം പറഞ്ഞാൽ പാടില്ല. കണ്ടോ, അതിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നോക്കാം, പെട്ടെന്നൊരു കഴിവൊക്കെ കഴിവിട്ട് നമുക്ക് ഇടാം. വണ്ടിയെല്ലാം തുടച്ച് സീറ്റൊക്കെ എടുത്ത് തുടച്ചിട്ടുണ്ട്. അപ്പോഴാണ് താണ്ടത് ആ ഒരു സാധനം ഇരിക്കും. എന്താ കാണണം. ഒരു രൂപ അതിൻ്റെ അകത്തിരിക്കും. എൻ്റെ എന്ത് പൈസ പൊടിച്ചു വരും. എപ്പോഴോ വിഴുന്നതാണെന്ന് തോന്നും. എന്തായാലും രാവിലെ ഒരു പൈസ ഇട്ടില്ലേ. കൈനീട്ടല്ലേ കണി. എന്തെങ്കിലും ആവട്ടെ, വളരെ. അപ്പോൾ ഇവിടെ എല്ലാം തുടച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നെന്തോ കുറേ നേരം എടുത്ത് വണ്ടി കഴിവാൻ. വൃത്തിയായിട്ട് ഓരോന്ന് ചെയ്ത് ഇരിക്കുവാണ്. ഇപ്പോൾ എന്തായാലും ഇതൊക്കെ തുടച്ചിട്ട് വരാം. എന്നാണ് നല്ല മാപ്പ് ചെയ്യട്ടെ. ഇതിലെന്തോ സാധനം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തത്? ചെയ്തിട്ടുണ്ട് 4003 എന്തോ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതെന്തെന്ന് കറക്റ്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തോ സംഭവം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയെല്ലാം കഴുകി സെറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ വണ്ടിയെല്ലാം കഴുകി. അപ്പോൾ നിങ്ങൾ വണ്ടി കഴിയുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇതൊക്കെ തുറന്നിരിക്കുക. അപ്പോൾ ഇതൊക്കെ വേണം അടച്ചു വയ്ക്കുക. ഈ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ ചെറിയ ഈ അടച്ചു വയ്ക്കുന്ന സംഭവം. പിന്നെ ഈ സംഭവത്തിന് ഇതൊക്കെ അടച്ചു വയ്ക്കേണ്ടതാണ്. ഇതൊക്കെ തുറന്നിരുന്ന് ഇതിൻ്റെ അകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ക്ലച്ചൊക്കെ പോകും. അപ്പം അത്രേ ഉള്ളൂ. ഇനി സൈഡ് സ്റ്റാൻഡ് ഇടുമ്പോൾ കുറേ വെള്ളം വീണ്ടും പോകും. പിന്നെ എവിടെയൊക്കെ വെള്ളം വീണോ. അതിന് സൈഡ് സ്റ്റാൻഡ് ഇട്ട് നോക്കാം. സൈഡ് സ്റ്റാൻഡ് ഇടാനുണ്ടോ? പോട്ടെ. എന്തായാലും വണ്ടിയെല്ലാം തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കുറച്ച് നേരം ചൂടാക്കിയിട്ട് എടുത്ത് അകത്ത് വയ്ക്കാം. അപ്പോൾ വൈകിട്ടാണ് എല്ലാം പെട്രോൾ അടിച്ചിട്ട് വയ്ക്കുന്നത്. ശനിയാഴ്ച ആയിരിക്കും എവിടേക്കും കറങ്ങാൻ പോകുന്നത്. അപ്പം അതിൻ്റെ വീഡിയോയൊക്കെ പതിയെ വരും. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അകത്തോട്ട് എടുത്ത് കയറ്റാം. കഴിവാൻ കിട്ടപ്പാട് കുറേ നേരം എടുത്തുനിന്ന് കഴിവാൻ. കുറേ ഉണ്ടായിരുന്നു പരിപാടി. അതാണ് ഇത്ര സമയം എടുത്തത്. ഇനി സോപ്പ് പോതെ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ സോപ്പ് പോതെ ഇല്ലെങ്കിൽ കഴുകി കഴിഞ്ഞാൽ സെറ്റാവില്ല. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ 2 വട്ടമായി കാണിക്കുന്നുണ്ട്. തോന്നും പോലെ തന്നെ. ഒരു മിനിറ്റ് അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത് കാർ ഷെഡിലേക്ക്. അപ്പോൾ ജസ്റ്റ് രാവിലെ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ സമയം. അപ്പം എന്താ പറയുക, വേറെ ഇനി ഇതിൽ അധികം മോഡിഫിക്കേഷനൊന്നും ഇപ്പോൾ ചെയ്യണില്ല. എന്തായാലും സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തൊക്കെ പതിയെ വന്നിട്ട് ആ വീഡിയോ ഒക്കെ പതിയെ സെറ്റാവും. അപ്പം ഇപ്പം കാണുന്നത് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ആയിരിക്കും. കാരണം വെക്കേഷനിൽ എവിടെയും കറങ്ങാൻ പോകുന്ന കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്യാം. വണ്ടി സെറ്റായില്ലേ ഇപ്പം. ഇതിലിനി മോഡിഫിക്കേഷൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഞാൻ ഇടയ്ക്കുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമുക്കത് കിടിലായിട്ട് വീഡിയോ ചെയ്യാം. ഇനി കുറച്ച് പരിപാടിയും കൊണ്ടുണ്ട്. എക്സാമൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഒന്ന് ഫ്രീ. അതാണ് ഇപ്പം കറക്റ്റായിട്ടൊരു വീഡിയോ
കറക്റ്റ് ഒരു കണ്ടൻറ്റ് കിട്ടാത്തത്. അപ്പോൾ എന്തായാലും അത് കിട്ടുമ്പോൾ നമുക്ക് സെറ്റാക്കാം. പിന്നെ ഫ്രണ്ട് ഡിസ്ക് പാഡ് തീരാറായി, അത് മാറ്റണം. ബാക്ക് ഇപ്പം നമ്മൾ മാറി, സാധാരണ ഇട്ടത് കുഴപ്പമില്ല, കിടപ്പുണ്ട്. ഇനി വല്ല പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് 19,000 സർവീസ് ഉണ്ട്, അപ്പം മാറാം. ഇപ്പോൾ 16,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 3,000 കിലോമീറ്റർ ഓട് കിടക്കുമെന്ന് നോക്കട്ടെ, എന്നാൽ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തായാലും വണ്ടി എടുത്ത് അകത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വണ്ടിയൊക്കെ കഴിഞ്ഞ് തളർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്താലും കണ്ടി സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.